അല്ലോ, ഇന്ന് പ്രധാനപ്പെട്ട പ്രഭാഷണത്തിൻ്റെ ഒരു മെയിൻ വിഷയമായിട്ടൊന്ന്. ഇന്ന് നൗഷാദിൻ്റെ പ്രഭാഷണത്തിൻ്റെ മെയിൻ വിഷയം അത് നമുക്കൊന്ന് കേട്ടു നോക്കുക. എന്താണ് മെയിൻ വിഷയം? നൗഷോ ഒന്ന് പറഞ്ഞ. ഇനി ഞാൻ ഇന്നത്തെ പ്രഭാഷണത്തിന്റെ മെയിൻ വിഷയത്തിലേക്ക് വരാം. ആയിക്കോട്ടെ, മെയിൻ വിഷയം ആയിക്കോട്ടെ. അന്ന് പറ കേൾക്കാൻ വേണ്ടി ഒരുങ്ങി. കഴിഞ്ഞ ദിവസം ഇയാൾ കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമിയാണോ എന്നതൊക്കെ വേറെ കാര്യം. ദാരിമിയാണോ അല്ലേ എന്നൊക്കെ വേറെ കാര്യം എന്ന് പറഞ്ഞിട്ട് ഓൻ തന്നെ ദാരിമി എന്ന് പറയുന്നത്. ഇജ്ജ് കൂറ്റമ്പാറ മോലിയരുട്ടി എന്ന് പറഞ്ഞാൽ മതിയടാ, എൻ്റെ താഴെയുള്ളതല്ലേ ഒക്കെ. ആ പറഞ്ഞ ആളെ സ്റ്റേജിലിരുത്തിയിട്ട് പേരോട് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അതല്ലേ ഞങ്ങളെ പണ്ഡിതന്മാരെ പവർ. ഞങ്ങളെ പണ്ഡിതന്മാർ ആരടുത്തുനിന്ന് പറ്റിക്കഴിഞ്ഞാലും അവരങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യും. പരസ്യമായിട്ട് പറയേണ്ടതാണെങ്കിൽ പരസ്യമായിട്ട് പറയും. അതല്ലേ ഞങ്ങളെ പണ്ഡിതന്മാരുടെ പ്രത്യേകത നൗഷാദേ. അതിലേക്ക് ഞാൻ വരികയാണ്. എന്താ അയാൾ പറഞ്ഞേ? ഒന്ന് പറയ വേഗജ്. എന്താ ആള് പറഞ്ഞെന്നാണ് ഇങ്ങനെ പറഞ്ഞു നിൽക്കാതെ പറയേ. കൂറ്റമ്പാറ ദാരിമിക്ക് ഒരു വലിയ അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. കണ്ടങ്ങൾ ഇവന്റെ നോണ. കൂറ്റമ്പാറ ദാരിമിക്ക് വലിയ ഒരു അബദ്ധം സംഭവിച്ചിട്ടുണ്ട് എന്ന് പേരോട് ഉസ്താദ് പറഞ്ഞിട്ടില്ല. പച്ച നോണ തട്ടിവിടാൻ ലോകത്ത് ഈ നൗഷാദിന്റെ മേലെ നിൽക്കാൻ ഒരാളെ കൊണ്ട് കഴിയില്ല. കൂറ്റമ്പാറ ദാരിമിക്ക് വലിയൊരു അബദ്ധം എന്ന് പേരോട് ഉസ്താദ് പറഞ്ഞിട്ടില്ല. പേരോട് ഉസ്താദ് പറഞ്ഞ് വാക്കിൽ ചെറിയൊരു അബദ്ധം എന്നാ പറഞ്ഞത്. അവിടെ വലിയൊരു അബദ്ധം എന്ന് ആരാക്കി മാറ്റി? കാട്ടുകള്ളൻ, പെരുങ്കള്ളനാക്കി മാറ്റി. പേരോട് ഉസ്താദ് പറയട്ടെ. കൂറ്റമ്പാറ ഉസ്താദ് ഈ അടുത്ത് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ ഒരു ചെറിയൊരു വാചകം ചില ആളുകൾ പിടിച്ച് വലിയ വിഷയമാക്കി. എത്ര മനോഹരമായ രൂപത്തിൽ ആ പേരോട് ഉസ്താദ് പറയുന്നത്. കൂറ്റമ്പാറ ഉസ്താദിന്റെ പ്രസംഗത്തിൽ ചെറിയൊരു വാചകത്തിൽ അത് വലിയൊരു വിഷയമാക്കി അല്ലേ? ചെറിയൊരു വാചകം പിടിച്ചിട്ട് അതൊരു വലിയ വിഷയമാക്കിയത് ആരാണ്? ഈ ഹയവാമാരനെ വിഷയമാക്കിയത് വലിയ ആനത്തലായിട്ട് കൊടുന്നതായിരുന്നു. അതാണ് തൂറ്റിപ്പോയി, അതാണ് ഉണ്ടായത്. അത് വേറെ വിഷയം. പറഞ്ഞ തന്നെ വന്നോണല്ലേ വലിയൊരു അബദ്ധം സംഭവിച്ചു എന്ന് പറഞ്ഞു. ഇല്ല, അങ്ങനെ പേരോട് ഉസ്താദ് പറഞ്ഞിട്ടില്ല. കേട്ടില്ല പേരോട് ഉസ്താദ് പറഞ്ഞ്. ബാക്കിയോ പറയട്ടെ. അയാൾക്ക് സംഭവിച്ച അബദ്ധം ചിലരിങ്ങനെ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. അബദ്ധം പാളിച്ചൊക്കെ ആർക്കും സംഭവിച്ചേക്കാം. അതല്ലേ ഞങ്ങളെ നേതാക്കന്മാര്. അബദ്ധവും പാളിച്ചയും എല്ലാവർക്കും സംഭവിച്ചേക്കാം. അത് ആർക്കും സംഭവിച്ചേക്കാം. അത് ഞങ്ങളെ പേരോട് ഉസ്താദ് പറഞ്ഞു. അതിനെന്താ പ്രശ്നം എന്നിട്ട്? ബാക്കി പറയാം. അയാളാ പറഞ്ഞപ്പോ തന്നെ ഞാൻ തിരുത്താൻ നോക്കിയിട്ടുണ്ട്. നോണ അടുത്തത് അയാള് അത് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ തിരുത്താൻ നോക്കിയിട്ടുണ്ട്. നൗഷാദേ കള്ള, എവിടെ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? പറയാത്തത് പറയാൻ ഇത്ര ഉഷാറ് തലി കെട്ടിയാണ്ട് ഒരു മൈക്കൻ്റെ മുന്നിൽ നിന്ന് പറയാൻ ഈജല്ലാതെ കോമോ വേറൊരാളും ഇല്ല ഇനി എന്ന് തുടങ്ങി ഒരു തിരുത്തലും ഒരാളാകലും കൂറ്റമ്പാറ അവിടെ നോക്കി നിൽക്കലും എല്ലാം കൂടി ഒരു സംഭവം കഴിഞ്ഞ ദിവസം നടന്നു. അതിന് പ്രതികരിക്കണമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ പ്രസംഗം തന്നെ നടത്തുന്നത്. എനിക്ക് വിഷയമൊന്നും ഇല്ലാത്തത് കൊണ്ട് അതുകൊണ്ട് വരും എന്ന് അന്ന് തന്നെ ഞാൻ ആ വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിരുന്നു. ഇതുകൊണ്ട് നൗഷാദ് വരും കേട്ടോ. നൗഷോ, എനിക്ക് ഒരാഴ്ചക്ക് അല്ലെങ്കിൽ 4 ദിവസത്തിന് എനിക്ക് ജീവിക്കാനുള്ളത് അയക്കണം കേട്ടോ എന്ന് ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പേരോടിന്റെ ആ ഭാഗം ഒന്ന് കേൾക്കുക. എത്ര നുണ ഈ ചങ്ങായി പറയണേ. ഏറ്റവും പ്രധാനപ്പെട്ട ആ ഭാഗം കേൾക്കാം. പ്രധാനപ്പെട്ട എത്രയോ വിഷയം പേരോട് ഉസ്താദ് മുന്നേ പ്രസംഗിച്ചു കഴിഞ്ഞു. ആ ദുആ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഒരു വിഷയത്തോട് ചെറിയൊരു വാക്കുപിഴവ് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അത് എന്നിട്ട് ഇപ്പം എത്രങ്ങോനും ആ വിഷയത്തിൽ നുണ പറഞ്ഞു. അതാണ് പറഞ്ഞത് ഏറ്റവും വലിയ നുണച്ചിയാണ് നൗഷാദ് എന്ന് പറയുന്നത്. കൂറ്റമ്പാറ ഉസ്താദ് ഈ അടുത്ത് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ ഒരു ചെറിയൊരു വാചകം എത്ര മനോഹരമായ രൂപത്തിലാണ് ആ പറയുന്നത്. ചെറിയൊരു വാചകം ചില ആളുകൾ പിടിച്ച് വലിയ വിഷയമാക്കി. ചില ആളുകൾ പിടിച്ചു വലിയ വിഷയമാക്കിയത് ഉസ്താദെ ഈ വട്ടൂരികളാണ്. ഓരോന്ന് തമ്മിൽ അടുപ്പിക്കാൻ നോക്കിയതാണ്. പക്ഷേ അത് വിലപ്പോയില്ല. അത് അക്കുട്ടികളെ ഏറ്റെടുത്തില്ല. അതിലിപ്പം തൂറ്റിപ്പോയി നൗഷാദ്.
ഞാനത് കേട്ടപ്പോൾ ഉടനെ തന്നെ അദ്ദേഹത്തിന്, ഞാനന്ന് വിദേശത്തായിരുന്നു, ഞാൻ അദ്ദേഹത്തിന് വോയിസ് ഇട്ടു. കണ്ടോ, ഞാൻ കേട്ടപ്പോ തന്നെ അപ്പൊ തന്നെ തിരുത്താൻ നോക്കി എന്നല്ല പറഞ്ഞത്. നൗഷാദ് എന്താ പറഞ്ഞത്? ഓട്ട ക്ലിപ്പാണിത് നൗഷാദ്. ആ ക്ലിപ്പിൽ തന്നെയാണ് പേരോട് ഉസ്താദി പറയണത്. അപ്പം തന്നെ തിരുത്താൻ നോക്കി എന്നല്ല പറഞ്ഞത്. ഞാനത് കേട്ട സമയത്ത് വിദേശത്തായിരുന്നു. ആ വിദേശത്ത് നിന്ന് ഞാൻ എന്ത് ചെയ്തു, അതിന് വോയിസ് വിട്ടു എന്നാണ് പറയുന്നത് പേരോട് ഉസ്താദ്. മനസ്സിലായോ? അങ്ങനെ പറയേണ്ടതില്ലായിരുന്നു, പറഞ്ഞു കഴിഞ്ഞില്ലേ. ഇനി മേലിൽ അങ്ങനെ നിങ്ങൾ പറയൂല എന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് അതിൽ കേടുണ്ടാവും എന്ന് പറഞ്ഞ് ഞാൻ വോയിസ് ഇട്ടു. അപ്പൊ അദ്ദേഹം എന്നെ വളരെ സന്തോഷത്തോടുകൂടി അത് ഉണർത്തിയതിൽ നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് വോയിസ് ഇട്ടു. നമ്മൾ ഏതെങ്കിലും ഒരു ചെറിയ ഒരു വാചകത്തിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും ഒരു പാളിച്ച സംഭവിച്ചു അപ്പോഴേക്ക് പിടിച്ച് എല്ലാവരും കൂടി കുറ്റം പറഞ്ഞ് എല്ലാവരും കൂടി മോശാക്കി അങ്ങനെ പറയത് എന്റെ വാചകത്തിൽ 100 എണ്ണം അങ്ങനത്തെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കണ്ടില്ലേ, കേട്ടില്ലേ? അതാണ് തവാദുവിന്റെ വാക്ക്. എൻ്റെ വാചകത്തിൽ അങ്ങനെ 100 എണ്ണം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. മനസ്സിലായോ? എല്ലാവരുടെ വാചകത്തിലും വരാൻ സാധ്യതയുണ്ട്. ആരും മഅസൂമീങ്ങളായ നബിമാരൊന്നുമല്ല, ആർക്കും സംഭവിക്കാവുന്നതാണ്. എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോ സമസ്ത എന്താണ് അതിൽ പറയുന്നത്? എന്താണ് അതിൽ പറയുന്നത്? എല്ലാവരും ചെവി നല്ല ഉഷാറാടാ, എല്ലാവർക്കും മനസ്സിലാക്കണം എന്താണ് അതിൽ പറയുന്നത്. ഇനി അനക്കാ മനസ്സിലാകാത്ത ഇജൊന്ന് പറയാം എന്താണ് അതിൽ പറയുന്നത്. കൂറ്റമ്പാറ ദാരിമിക്ക് ഒരബദ്ധം സംഭവിച്ചിട്ടുണ്ട്. ഞാൻ അന്ന് തന്നെ മെസ്സേജ് അയച്ചു. പേരോട് ഉസ്താദ് പറഞ്ഞു കൊടുത്ത് ഞാൻ അന്ന് തന്നെ മെസ്സേജ് അയച്ചു എന്നുണ്ടോ? പാച്ചാന്നോണ അയച്ചു. അത് ഖേദിക്കുന്നുണ്ടാകും, ഇനി അങ്ങനെ പറഞ്ഞു പോകരുത്, അതൊരു പാളിച്ചയാണ് എന്ന് പറഞ്ഞു എന്നാണ്. അത് ഞങ്ങളുടെ നേതാക്കന്മാരുടെ ഒരു പ്രത്യേകതയാണ് ഉഷാദേ. അതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കില്ല. അതിന് 10,000 വട്ടം ജനിച്ചാൽ എനിക്ക് കഴിവുണ്ടാവില്ല. ഇവിടെ 1-2 കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. ആ കോമാടൻ ത്വരീക്കത്തിന് 1-2 കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്, ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. പോടച്ചങ്ങായി, നിങ്ങളെ അറിയിച്ചു കൊണ്ട് തീർക്കാനല്ലല്ലോ ഞങ്ങളെ വേദ. ഒന്ന്, കൂറ്റമ്പാറ ദാരിമിക്ക് കൂറ്റമ്പാറ ദാരിമിക്ക് എന്ന് പറയണ്ടടാ. ദാരിമി അല്ലല്ലോ എൻ്റെ അഭിപ്രായത്തില്. അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞാൽ മതി. ഇജ്ജെന്തിനാ അങ്ങനെയൊക്കെ പറയണ? ഇജ്ജല്ല ഏറ്റവും വലിയ നേതാവ്. സംഭവിച്ച ആ പാളിച്ച അത് ആ 1-2 പ്രസംഗങ്ങളിൽ ഒതുങ്ങുമോ, അതോ പഴയ കാലത്തൊക്കെ അയാൾ ഇത് പറഞ്ഞുകൊണ്ടിരുന്നാണ്? എത്രയോ ഉണ്ട്, അതൊക്കെ പാളിച്ചയാണോ? നൗഷാദെ, വിഷയം അന്നം തിന്നുന്ന ആൾക്കാർക്ക് മുഴുവൻ മനസ്സിലായിട്ടുണ്ട്. അനക്ക് തിരിയാഞ്ഞിട്ടൊന്നല്ല, പക്ഷെ ഇജ്ജ് അഭിനയിച്ചാണ്. ഇജ്ജിങ്ങനെ എന്തെങ്കിലും പറയാൻ എന്നിട്ട് ആ സ്റ്റേജുമുള്ള 1-2 തന്താരോ അതോ അക്ബർ എന്നറിയാം. മുന്നിൽ കുത്തിരിക്കണ മദ്രസ പഠിച്ചിട്ട് കുട്ടികളുണ്ടല്ലോ, ചെറിയ കുട്ടികൾ, ഓരോ അക്ബർ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളെ തെക്കുബീർ മുന്നിൽ നിന്ന് കേൾക്കാം. ഏയ്, ഇതല്ല, ഇത് അത്രയും വലിയ ഒരു പടയാണിത്. വലിയൊരു സമുദ്രമാണ് ഇതിൻ്റെ പിന്നിലുള്ള ജനങ്ങൾ. അത് മനസ്സിലാക്കണം. അവിടെ ഇതൊരു പാളിച്ചയാണോ, ഇതൊരു പിഴവാണോ, എന്നാ മുന്നേ സംഭവിച്ചതൊക്കെ പാളിച്ചയാണോ? മോയൻ്റെ ഇത് ഇവിടേക്ക് പാളിച്ചെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ മനസ്സിലാക്കിക്കോ. ഇപ്പോൾ എല്ലാവരും AP വിഭാഗവും EK വിഭാഗവും സംസ്ഥാനവും ദക്ഷിണ കേരളയും ഒരുമിച്ച് പോകുന്നൊരു സമയമാണ്. സംഘടനകളിലൊക്കെ എല്ലാവർക്കും ഉണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ ഒരു ഗ്രൂപ്പിന് വേദന ഉണ്ടാക്കുന്ന, ഒരു പ്രസ്ഥാനത്തിന് വേദന ഉണ്ടാക്കുന്ന ഒരു വാക്ക് നമ്മളിൽ നിന്ന് ഇവിടുന്ന് അങ്ങോട്ട് സൂക്ഷിക്കണം എന്നുള്ള നിലക്കാണ് അത് ഒരു അബദ്ധം സംഭവിച്ചു പോയി. ചെറിയ വാക്കിലൊരു ചെറിയൊരു പിഴവ് സംഭവിച്ചു പോയി എന്ന് പറയാൻ കാരണം. അല്ല, ആ മുന്നേ പറഞ്ഞതൊക്കെ പാടെ തോപ ചെയ്യാനല്ല. മുന്നേ എല്ലാവരും നല്ലോണം പറഞ്ഞിരുന്നു. AP വിഭാഗം പറഞ്ഞിരുന്നു നല്ലോണം, EK വിഭാഗം പറഞ്ഞിരുന്നു, സംസ്ഥാന പറഞ്ഞിരുന്നു, എല്ലാവരും പറഞ്ഞിരുന്നു. ദക്ഷിണ കേരളക്കാരനെ കേൾക്കാത്തുള്ളൂ, എല്ലാവരും പറഞ്ഞിരുന്നു. എന്നാലോ ഇവിടെ ഇങ്ങനെ വരാൻ കാരണം എന്താണ് അറിയിച്ച്? ഇത് വരാൻ കാരണം എന്താ അറിയിച്ച്? എല്ലാവരും നല്ലൊരു സൗഹാർദ്ദത്തിൽ പോവുകയാണ്. എല്ലാവരും ഒരുമിച്ചിട്ടാണ് പുത്തനാശയക്കാരെയും എൻ്റെ മാതിരി കള്ളത്തൊരീക്കത്ത് കോമാടൻ ത്വരീക്കത്തിനെയും ഇതിനൊക്കെ ഒരുമിച്ചാണ് അടിക്കുന്നത്, ഒരുമിച്ചാണ് ആക്രമിക്കുന്നത്, ഒരുമിച്ചാണ് വെടിവെക്കുന്നത്. ആ മനസ്സിലാക്കിക്കച്ച്. ഇത്ര കള്ളന്മാരെ മൊത്തം
ഉന്മൂലനം ചെയ്യാൻ വേണ്ടിക്കൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ കോർത്തു നിൽക്കുകയാണ്. അവിടെ സംസാരത്തിൽ അങ്ങനെ വന്ന് പോയപ്പോൾ അത് പേരോട് ഉസ്താദ് വിളിച്ചു പറഞ്ഞു. പേരോട് ഉസ്താദ് എന്നല്ല, ആരും വിളിച്ചുണർത്തും. അത് ആരടുത്തുനിന്ന് സംഭവിച്ചാലും പറ്റൂല എന്ന് പറയും. കാരണം എന്തുകൊണ്ട് അറിയോ? ഇപ്പോൾ ഒരുമിച്ച് പോണ സമയമല്ലേ എന്നുള്ള നിലക്കാ. അതല്ലാതെ മുന്നേ പറഞ്ഞതൊക്കെ പാളിച്ചയാണോ? മുന്നേ പറഞ്ഞൊന്നും പാളിച്ചല്ല. അയച്ച് മനസ്സിലാക്കിക്കോ. അന്ന് അങ്ങനെ തന്നെ ആയിരുന്നു. അതിലും തർക്കമല്ല. ഇച്ച് വല്ലാതുള്ള പണ്ഡിതന്മാരെ മുഴുവനും വിളിച്ചിരുന്നില്ലേ? കാളമ്പാടി ഉസ്താദിനെ വിളിച്ചു കാണ്ട് റെക്കോർഡാക്കി കാണിച്ച് പുറത്ത് വിട്ടിരുന്നില്ലേ? അന്ന് എന്നോട് പറഞ്ഞില്ലേ പേരോട് ഉസ്താദ്, നൗഷാദെ അത് വേണ്ട പണ്ഡിതനാട്ടോ പറഞ്ഞില്ലടാ അന്ന് എന്നോട് പേരോട് ഉസ്താദ് ആ പണി ചെയ്യണ്ടെന്നുള്ളത്. എന്നിട്ട് ചെയ്തില്ലേ? ആരേജ് വിളിച്ച് ക്ലിപ്പാക്കാത്തത്, ആരെ ഫോൺ ചെയ്ത് കണ്ടു പറ്റിക്കാത്തത്, മുഴുവൻ ആലിമീങ്ങളെയും ഫോൺ ചെയ്ത് പറ്റിച്ച് മുഴുവൻ പണ്ഡിതന്മാരടുക്കലേക്കും പിന്നെ റെക്കോർഡ് ചെയ്ത് എടുത്ത് വെറും തജസ്സുസിൻ്റെ പണിയല്ലാത്ത ഇസ്ലാമിനിക്ക് യോജിച്ചൊരു പണി ഇത് ആ ഗ്രൂപ്പിൽ നിന്നപ്പോഴും ഉണ്ടായിട്ടില്ല, അതിലിരുന്നപ്പോഴും ഉണ്ടായിട്ടില്ല. കാരണം എന്നെ കൊണ്ട് കേജട്ടിയിരുന്നു. എടുത്തിട്ട് എറിഞ്ഞപ്പോഴാണ് അൽഹംദുലില്ലാ വളരെ റാഹത്തായത്. എടുത്തെറിഞ്ഞപ്പോൾ കഴിച്ചിലായി. അതല്ലെങ്കിൽ എന്നെ സഹിക്കണ്ടേ? എവിടെ വന്നോലും ഒരു തങ്ങൾ സ്റ്റേജിലേക്ക് കയറി വരികയാണെങ്കിലും ഇപ്പോൾ ഇരിക്കുകയാണെങ്കിൽ ഓൻ്റെ കാലുമലക്കാലും ഇങ്ങനെ കയറ്റി വെച്ച് സ്റ്റേജിലിരിക്കും. അന്നേ ഓൻ കിബിറനാ. പല പരിപാടികളിലും നമ്മൾ നേരെ കണ്ടതല്ലേ? സ്റ്റേജിലൊക്കെ നമ്മളെല്ലാവരും എണീറ്റിട്ടുണ്ടാവും. ഇപ്പം തൊട്ട് അവിടെ ഇങ്ങനെ ഇരിക്കും. ഈ തങ്ങൾ കയറിയൊന്നും കണ്ടിട്ടുണ്ടാവില്ല, അറിയാത്ത മാതിരി ഇരിക്കും. ഇങ്ങനത്തെ ഒരു മുസീബത്ത്